കാഴ്ചകൾ പൂത്താലമൊരുക്കുന്ന ഈ താഴ്വാരം ചിത്തിരക്കടവിൻ്റേതാണ്. സ്നേഹമന്ത്രങ്ങൾ ഓതിപ്പഠിപ്പിച്ച നിഷ്കളങ്കരായ പൂർവികരുടെ ഇളം തലമുറകളിലേക്കുള്ള വെളിച്ചമാണിവിടെ ഓരോ പുലരിയും. കൈവിട്ട് കളയാതെ സ്നേഹത്തിൻ്റെ മന്ത്രമൂതിത്തരുന്ന ഓത്തനൊപ്പം ഓത്തോയുടെ ജീവിതയാത്ര ഇവിടെ ആരംഭിക്കുന്നു. ഇന്നാണല്ലേ പോകുന്നേ? അതെ. എല്ലാം നല്ലവരാണെന്ന് വിചാരിക്ക. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും കുട്ടിക്കും. ഓത്ത ഇവിടെ വന്ന് നിൽക്കുക, ഉമ്മനെ കാണാൻ പോകണ്ടേ? കോയിനെ കണ്ടോ ദേവിയേട്ടാ? ആ കോയി കോയി. ഉമ്മ അവിടെ ഉണ്ടോ ദേവിയേട്ടാ? പിന്നെ നമ്മൾ ഉമ്മയെ കാണാനല്ലേ പോകുന്നേ. അവിടെ താണത്തിന്റെ മണമുണ്ടോ ദേവിയേട്ടാ? ഏയ് അവിടെ നല്ല അത്ര മണമല്ലേ. കാലത്ത് തന്നെ ബാൽക്കണി സീറ്റ് പിടിച്ചോ? ആ. കാറ്റ് കുറവാണോ? കാറ്റോ? ആ ചെറിയ വന്നല്ലോ. ഇന്നും മറ്റേ കള്ളാണോ? ഓ രവിയേട്ടാ ഇന്ന് ടൗണിലേക്കാ തോന്നുമല്ലോ. ആ അതെ. ആഹാ ഇന്ന് ഓത്തോയും ഉണ്ടല്ലോ. ഇച്ചിരി കള്ളു കുടിച്ചാലോ? താണത്തിന്റെ മണോ? ഇവൻ എന്താ രവിയേട്ടാ ഈ പറയണേ? നിന്റെ കള്ളിനെ ചാണകത്തിന്റെ മണമാണെന്ന്. എന്റെ കള്ളിന് ചാണകത്തിന്റെ മണമുണ്ടോ? കള്ളിന് മണമുണ്ടോ ചേട്ടാ? ചാണകത്തിന് മണം. മോനോടേക്ക് പത്രം എടുക്കട്ടെ കേട്ടോ. ചിത്തിരക്കടവിലെ രവിയേട്ടൻ്റെ സൈക്കിൾ പണിപ്പുരയാണിത്. ഈ പീഡികത്തിണ്ണയിൽ പകല് തീരുവോളം മോത്തയുടെ ഇരിപ്പിടം ഇവിടെയാണ്. ഉപ്പയില്ലാത്ത തൻ്റെ കുഞ്ഞിനു വേണ്ടി രോഗാവസ്ഥയിലും ജോലിക്കായി പോകുന്ന ദിവസങ്ങളിൽ ഉമ്മ തൻ്റെ കുഞ്ഞിനെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഇടമാണ് രവിയേട്ടൻ്റെ ഈ പണിപ്പുര. ഈ തക്കർ എങ്ങനെ കറങ്ങണേ? അത് നമ്മളെ കറക്കുന്നോണ്ട്. നിഷ്കളങ്കമായ അവൻ്റെ ചിരികൾക്കും തിരിച്ചറിയുവാനാവാത്ത വാക്കുകൾക്കും കാഴ്ചക്കാരനും കേൾവിക്കാരനുമാണ് അവൻ്റെ ആരെല്ലാമോ ആയ രവിയേട്ടൻ. ഓത്തേ എന്താ കഴിച്ചേ? കഴിച്ചില്ല. അതിനാ കഴിക്കാത്തെ? അന്ന് നമുക്കേ അലീക്കയുടെ കടയിൽ നിന്നേ കോഴിയിറച്ചിയും പത്തിരിയും വയറ് നിറച്ചു തിന്നണം. ഓ പലിശ സാബു, കാശും കയ്യിലില്ലല്ലോ. കാശിന്റെ കാര്യമൊന്നും നടന്നില്ലല്ലോ സാബു. ഈ മാസം കണക്ക് കൊടുക്കേണ്ടതാ. മത്തായി മാപ്പിള സമ്മതിക്കൂല. ഈ തവണയും കൂടി ഒന്ന് ക്ഷമിക്ക്, അടുത്ത പ്രാവശ്യം കൂട്ടിത്തരാം. ഈ പ്രാവശ്യം കൂടി ഞാൻ എന്തേലും പറഞ്ഞു നോക്കാം. പിന്നെ ആശുപത്രി കേസൊക്കെ എന്തായി?
അതൊക്കെ ഓരോ വഴിക്ക് അങ്ങ് നടക്കും. അച്ഛന് കഴിഞ്ഞ ദിവസം റേഡിയേഷൻ കഴിഞ്ഞു. 6 പേരുടെ ജീവിതം ഈ പണി കൊണ്ടൊന്നും എത്തിക്കാൻ പറ്റില്ലല്ലോ. എടാ ഓരോരോ പ്രശ്നങ്ങൾ. ഓ മോന് സങ്കടമായോടാ? രവിയേട്ടൻ പറഞ്ഞിട്ടില്ലേ പെടല് കറക്കരുന്ന്? അത് മറിഞ്ഞ് കൊച്ചിൻ്റെ ദേഹത്ത് വീഴൂലേ? അതുകൊണ്ടല്ലേ. ഓ സാരമില്ല കേട്ടോ, സങ്കടപ്പെടണ്ട കേട്ടോ. ഉമ്മ അലീക്കട കടയിൽ പോയിട്ടേ നല്ല പത്തിരിയും കൂട്ടി ചായ കുടിക്കാം. വാ. ആ ചൊറിയടാ ചൊറിയ. നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കും പോരണോട്ടറാ ചൊറിയാൻ ചോകനെ. നീ പോടാ വെള്ളത്തങ്ക. ഓഹോ, നീ ആ തോട്ടിൽ നിന്ന് വെള്ളം വെക്കുമ്പോഴേ പാലമത്രത്തിൽ വെള്ളം വീണും കയറാൻ നോക്കിയാ മതി. ഓ ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞ ദിവസം അലീക്ക ചായ എടുത്തപ്പോഴേ ചായക്ക ചിത്ര നീളമുള്ള കുറുവാപ്പറലാ കിട്ടിയത്. ഉവ്വ നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കാൻ പറഞ്ഞിട്ട് കുറെ കാലമായില്ലേ നിങ്ങള്? അതെ, ഞങ്ങൾ കുടിപ്പിക്കണ്ടെങ്കിൽ മുള്ളിയാൽ അങ്ങ് പൊക്കോളും. അത് കലക്കിற വെള്ളത്തങ്ക. ഇവനും ഇവന്റെ അപ്പനും കൂടെ കൂടിയേ നാട്ടുകാരെ കഴുത്താറക്കണം. ആ അതേന്നേ. മോനിപ്പ രവിയേട്ടൻ ചായ മേടിച്ചു തരാമല്ലോ. അലീക്ക 2 ചായ. ആരാപ്പാ? രവിയാ? അമ്മേ നമ്മുടെ ഓത്തേക്ക്. മോനിവിടെ അവിടെ ഇരി. പിന്നെ എന്തൊക്കെയുണ്ട്? അങ്ങനെ പോണു. പോട്ടെ മോനെ. ഇക്ക എഴുതിയാരേട്ടാ. അലീക്ക എന്റെ കൂടെ എഴുതാരെ. मिले सुर मेरा तुम्हारा तो सुर बने हमारा. मुंहिंजो सुर तुंहिंजे सां प्यारा मिले जॾहिं गीत असां जो मधुर तरानो बणे जॾहिं. सुर का दरिया बहके सागर में बदला दारू ആഹാ, എത്തിയോ നമ്മുടെ സുൽത്താന്. സുൽത്താൻ എന്താണ് കഴിക്കാൻ? പത്തിരിയും കോഴിക്കറിയും. അല്ല, പത്തിരി തീർന്നു പോയല്ല. ഇവന് പൊറോട്ടയും കോഴിക്കറിയും കൊടുക്കിക്ക. 4 കോഴിക്കറി. അലീക്ക ഓത്തോയ്ക്ക് 4 കോഴിക്കറി. ഒരു കണക്കിന് അസുഖമായത് നന്നായി. മാപ്പില്ലാത്തതിൻ്റെ വേദന പറഞ്ഞാൽ തീരില്ല എൻ്റെ റബ്ബേ. അതിനിടയ്ക്ക് വീവിത്തായ്ക്ക് വയ്യാന്നും കേട്ടു. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല രവിയെ, അനക്കോന്റെ ഭാഷ എങ്ങനെയാ മനസ്സിലാകുക? ഞങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ. അല്ലേടാ ഓത്തോ? വീവിത്ത ഇവനെ എൻ്റെ അടുത്താക്കിയിട്ടല്ലേ മത്തായി മാപ്പിളയുടെ വീട്ടിൽ പണിക്ക് പോണേ. പാവം, അതിന് വയ്യാതെ ഇന്നലെ ആശുപത്രി പോയിന്ന് കേട്ടു. ഇവിടെ വന്നിരുന്നു തീരെ അവശതയായിട്ട്. അതാ വേദനയും കടിച്ചു പിടിച്ചോണ്ടാ മത്തായി മാപ്പിളയുടെ വീട്ടിൽ പണിക്ക് പോണേ. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പലിശ മത്തായി വേണ്ട കൂലിയും കൊടുക്കില്ല. അതിന്റെ കഷ്ടപ്പാടും വേദനയും പറയാനെ കൊണ്ട് ബന്ധുക്കാര് പോലും ഇല്ല ഓക്ക്. രവിയെ പറ്റു കുറച്ചായി കേട്ടോ. തരാലീക്ക, നമ്മളൊക്കെ എവിടെ പോവാനാ? ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആ മോൻ കയ്യിൽ നിന്ന് കഴിക്കേ. ആ
തൂതാ മുത്ത ഓ ഏ തൂതിട്ട് വരാം. ആ ആ എന്നാ പോവാ വാ. दारिद्र्यध्वंसिनि नमो वरलक्ष्मी पाहि सत्सौख्यदायिनि नमो धनलक्ष्मी पाहि श्रीलक्ष्मी भक्तवरदे तव सुप्रभातम् श्रीराज्यलक्ष्मी नृपवेश्मगते सुहासे श्रीयोगलक्ष्मी मुनिमानसपद्मवासे श्रीधान्यलक्ष्मी सकलावनिक्षेमदाते श्रीलक्ष्मी भक्तवरदे तव सुप्रभातम् श्रीराज्यलक्ष्मी नृपवेश्मगते ചേട്ടാ ആ 2 രാമപുരം. ഓത്തോയുണ്ടല്ലോ, എന്താ വിശേഷം? എന്നാ വിശേഷം? ഞങ്ങൾ ഓത്തയുടെ ഉമ്മയുടെ അടുത്ത് പോവാം. ആ ഉമ്മ, ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ വയ്യ. എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ വേണ്ടിവരും. പറ്റുമെങ്കിൽ ഉടനെ അടുത്ത് തന്നെ. വയറ്റിൽ നിന്നത് പൊട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഡോക്ടർ, ഉമ്മ കരയല്ലേ, അത്രമാത്രം സീരിയസ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഉമ്മ പത്തിരിയും കോഴിക്കറിയും വേണം. ഡോക്ടർ, ഞാനല്ലാതെ വേറെ ആരുമില്ല. കാശിൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഉമ്മ ഓപ്പറേഷൻ തയ്യാറായിക്കോളൂ. പെരുന്നാളിന് 2-3 ദിവസം കൂടെ ഉള്ളൂ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഉണ്ടാവണം ഡോക്ടർ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, പെരുന്നാളിൻ്റെ പിറ്റേന്ന് തന്നെ അഡ്മിറ്റ് ആവും. വേദനയ്ക്കുള്ള മരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഉമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദൈവം കൂടെ ഉണ്ടാവും. ഒത്തക്കൂട്ട, ഉമ്മാനെ നോക്കണേ. നോക്കൂല, ഞങ്ങൾ കോഴിക്കറിയും തിന്നും. ഒന്ന് നന്നായിട്ട് ഇങ്ങോട്ട് വീശടാ. വീശു അല്ലേ? കിടന്ന് കാണുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പോരാന്ന്. കട അടയ്ക്കാതെ പോരാൻ പറ്റുമോ? മോളെ ബേബിയെ, ബീവിത്ത, ആരും കാണില്ല. ബീവിത്ത, അകത്തുണ്ട് അവിടെ പിള്ളേ. വേറെ എവിടെ പോകാനാണ്? ഇടാ എന്നതാണത്? എന്താ, എല്ലാരും ഉണ്ടല്ലോ. ബീവിത്ത, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി കാര്യങ്ങൾ? എങ്കിലും മോളെ ഞങ്ങളൊക്കെ തീർത്തും അന്യരാക്കിയല്ലോ. മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കുന്നവരാ ഞങ്ങളൊക്കെ. എൻ്റെ സങ്കടം പറയാതെ വേദന ഇത്രയും സഹിച്ചില്ലേ നീ? എൻ്റെ ബന്ധുക്കളായി കണ്ടാൽ മതി ഞങ്ങളെയൊക്കെ. ബീവിത്ത, ഓപ്പറേഷൻ്റെ കാര്യം ഓർത്ത് നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. എനിക്കൊരു കുഴപ്പവും വരില്ല. അല്ലാഹ് എൻ്റെ കൂടെയുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. അല്ല, ജീവിക്കാൻ പോയിട്ടല്ല, എൻ്റെ പൊന്നു മോനെ ഞാൻ വേണം. തിരിച്ചെടുക്കല്ലേ എന്നെ. ഉമ്മ ഒതങ്ങണം. ഉമ്മ ഉമ്മ കോഴിക്കറി. ഉമ്മാൻ്റെ സുൽത്താന്, ഉമ്മ നാളെ ഉണ്ടാക്കി തരാട്ടോ, പത്തിരിയും കോഴിക്കറിയും. ഇപ്പോൾ ഉറങ്ങിക്കോട്ടോ. ഉമ്മയും ഒതങ്ങണം.
ഉമ്മാന്റെ സുൽത്താൻ ഉറങ്ങിയിട്ട് ഉമ്മ ഇറങ്ങിക്കോളാം കേട്ടോ. വെഞ്ചാമരം മെല്ലെ വീശി പൊന്നിൻ മഞ്ചുള്ള കുപ്പായമിട്ട് കണ്ണും പൂട്ടിയുറങ്ങിൻ്റെ സ്വത്തേ ഉമ്മാൻ്റെ സുൽത്താനുറങ്ങ്. വെഞ്ചാമരം മെല്ലെ വീശി പൊന്നിൻ മഞ്ചുള്ള കുപ്പായമിട്ട് കണ്ണും പൂട്ടിയുറങ്ങിൻ്റെ സ്വത്തേ ഉമ്മാൻ്റെ സുൽത്താനുറങ്ങ്. ഉമ്മാൻ്റെ സുൽത്താനുറങ്ങ്. ആകാശമേലെ ഇരുട്ടിൽ നന്ദി താരക കുഞ്ഞും ഉറങ്ങി. ആകാശമേലെ ഇരുട്ടിൽ നന്ദി താരക കുഞ്ഞും ഉറങ്ങി. താരാട്ടുപാടും നിലാവും നീലമേഘത്തിൻ മേലെ ഉറങ്ങി. താരാട്ടുപാടും നിലാവും നീലമേഘത്തിൻ മേലെ ഉറങ്ങി. നീലമേഘത്തിൻ മേലെ ഉറങ്ങി. വെഞ്ചാമരം മെല്ലെ വീശി പൊന്നിൻ മഞ്ചുള്ള കുപ്പായമിട്ട് കണ്ണും പൂട്ടിയുറങ്ങിൻ്റെ സ്വത്തേ ഉമ്മാൻ്റെ സുൽത്താനുറങ്ങ്. ആരും കൊതിക്കുന്ന മൊഞ്ചും മുത്തിയേകാം നിനക്കുമ്മയെല്ലാം. ആരും കൊതിക്കുന്ന മൊഞ്ചും മുത്തിയേകാം നിനക്കുമ്മയെല്ലാം. കാലം കഴിക്കല്ലേ അല്ലാഹ് ഉമ്മക്ക് ജീവനാണീ പൊന്നു സുൽത്താൻ. കാലം കഴിക്കല്ലേ അല്ലാഹ് ഉമ്മക്ക് ജീവനാണീ പൊന്നു സുൽത്താൻ. ജീവനാണീ പൊന്നു സുൽത്താൻ. വെഞ്ചാമരം മെല്ലെ بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم ആരുമില്ലാതാക്കി പെരുന്നാൾ തലേന്ന് ഉമ്മയും മൺമറഞ്ഞപ്പോൾ ആ കുഞ്ഞിക്കൈ പിടിമുറുക്കിയത് രവിയേട്ടൻ്റെ ഹൃദയത്തിലാണ്. പച്ചമണ്ണ് പൂക്കുന്ന നാട്ടുംപുറങ്ങളിൽ ആവതില്ലെങ്കിലും കൈവിട്ട് കളയാത്ത നിഷ്കളങ്കരായ മനുഷ്യരുടെ കരുതലുകൾ അവനിനി ആശ്വാസമാകട്ടെ.
ദിവ്യേട്ട ഉമ്മ. ആ ഉമ്മയെ കാണാനല്ലേ നമ്മളങ്ങോട്ട് പോകുന്നേ. നമരം ഇറങ്ങാം. എന്നാ ശരി രവിയേട്ടാ. ഓത്തോ ആറായി. അച്ഛനില്ലേ? ദിവ്യേട്ട ഇവിടെ ഉമ്മ ഉണ്ടോ? ഉമ്മ എവിടെ ഉണ്ട്? ആ ഇമോഷണൽ ആവാണ്. വിട്ടുതരാൻ മനസ്സുണ്ടായിട്ടല്ല അച്ചു. വെള്ളത്തിൽ വീണവൻ്റെ വെപ്പാളം പോലെയാണ് എൻ്റെ ജീവിതം. എൻ്റെ കാലശേഷം ഇവനാരും ഇല്ലാതാകും അച്ചു. ഈ ശരണാലയത്തിൻ്റെ ഉള്ളറകളിൽ ജാതി മതങ്ങൾക്കുമപ്പുറം സ്നേഹമെന്ന മതമുണ്ട്. പുറം ലോകമറിയാത്ത സ്വർഗഭവനം തീർക്കുന്നവരാണ് ഇവരെല്ലാം. ഓത്തോയ്ക്ക് ഒരു കുറവും വരില്ല. രവി ധൈര്യമായി പൊക്കോളൂ. ജോസേ, ഇത് നമ്മുടെ പുതിയ അതിഥിയാണ്. മോനെ ചേട്ടൻ്റെ കൂടെ ചെല്ല്. രവിയേട്ടൻ ഇപ്പോൾ വരാം. മോനാ ചേട്ടൻ്റെ കൂടെ. അവിടെയാണോ ഉമ്മ? നോക്കിക്കോണ്ടേ. ഇവിടെ ഉമ്മയില്ല. ഇവിടെ ഉമ്മയില്ല. ഉമ്മയില്ല. മാതാപിതാക്കളില്ലാത്ത ഏത് സ്വർഗവും കാരാഗ്രഹങ്ങളാണ്. എന്നിരുന്നാലും നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ചില കടമകളുണ്ട്. നന്മയുടെ ഈ കൈത്തിരികൾ ഇന്നും കെടാതെ സൂക്ഷിക്കുന്ന ചിത്തിരക്കടവുകളിലെ രവിയേട്ടന്മാർ നമ്മളിലൂടെ പുനർജനിക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട് സ്നേഹത്തിൻ്റെ വേദമോദിത്തരുന്ന ഓത്തന്മാർ ഇനിയും ഉണ്ടാകട്ടെ.